അത് വാങ്ങാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അവര് തന്നെ സ്വയം പ്രഖ്യാപിച്ചു, ഞങ്ങളാണിത് വാങ്ങാൻ പോകുന്നത്, ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് കുപ്രസിദ്ധി നേടിയ ഒരു കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നത്. എന്താ കുപ്രസിദ്ധി? സുപ്രീം കോടതി വിധിയിലൂടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നു. ഇലക്ടറൽ ബോണ്ട് കമ്പനികൾ ആരൊക്കെ, കിട്ടിയ പാർട്ടികൾ ഏതൊക്കെ, എത്ര തുക കൊടുത്തു എന്ന്. സുപ്രീം കോടതിയുടെ വിധി ഇല്ലായിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു ഈ കാര്യം. സുപ്രീം കോടതി വടിയെടുത്തുകൊണ്ട് പറഞ്ഞു, ആ ലിസ്റ്റ് ഇപ്പൊ പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചപ്പോ അതിൽ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പേരുണ്ട്. ഡെമൽ വാങ്ങാൻ വരുന്ന കമ്പനി ബിജെപിക്ക് കൊടുത്ത സംഭാവന 714 കോടി രൂപ, കോൺഗ്രസിന് കൊടുത്ത സംഭാവന 320 കോടി. ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വിൽക്കേണ്ടത് ബിജെപിയാണ്. ബിജെപിയുടെ സഹായം ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണം. അപ്പൊ വിൽക്കാൻ 714, വിൽക്കുമ്പോ പാർലമെന്റിലും പുറത്തും ശബ്ദിച്ച് അലങ്കോലം ഉണ്ടാക്കാതിരിക്കാൻ, മിണ്ടാതിരിക്കാനുള്ള കൂലി 320 കോടി കോൺഗ്രസിനും കൊടുത്തു. ഇതിന് തെളിവുണ്ടല്ലോ. അത് പിന്നെ കോടതിയിൽ നിന്ന് വന്ന വിവരമാണല്ലോ, രേഖയാണല്ലോ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ, നിഷേധിച്ചിട്ടുമില്ലല്ലോ. രണ്ട് പാർട്ടികൾക്കും കൂടി, ബിജെപിക്കും കോൺഗ്രസിനും കൂടി മേഘ എന്ന കമ്പനി കൊടുത്തത് 1034 കോടി രൂപയാണ്. 56,500 കോടിയുടെ സ്വത്ത് 2000 കോടിക്ക് കയ്യിലാക്കുന്നവന് 1000 കോടി സംഭാവന കൊടുത്താൽ വല്ല നഷ്ടമുണ്ടോ? വെറും 2000 കോടിക്കാണ് കിട്ടുന്നത്. അപ്പൊ 1000 കോടി സംഭാവന കൊടുക്കുന്നതിന് വല്ല നഷ്ടമുണ്ടോ? ഈ നഗ്നമായ കൊള്ള ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ആ കൊള്ളക്കെതിരായി ചെറുവിരൽ അനക്കാൻ പാലക്കാട്ടുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്ത MP തയ്യാറായില്ല എന്നതാണ് പ്രശ്നം. അതിന് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇലക്ടറൽ ബോണ്ടിലൂടെ ഡെമൽ വാങ്ങാൻ വന്ന കമ്പനി കൊടുത്ത 320 കോടി രൂപയാണ്. ഇവിടെ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിക്ക് ഡെമൽ വിൽക്കുന്നതിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? എതിർപ്പുണ്ടോ? ഉണ്ടാവില്ലല്ലോ. കാരണം 714 കോടിയാണ് ബിജെപിക്ക് സംഭാവന കിട്ടിയത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ബിജെപിയുടെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളും പറക്കില്ല.